നമസ്കാരം. ഐസ് ഓഫ് അജിത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ തുടങ്ങിയാൽ സന്തോഷം. അങ്ങനെ ഇന്നലെ രാത്രി സംസയിലെത്തി ഭൂപണ്ണയുടെ ഹോം സ്റ്റേയിൽ തങ്ങി. നല്ല ഭക്ഷണമായിരുന്നു. ആതിഥ്യ മര്യാദയുള്ള ഒരു കുടുംബം. അതിരാവിലെ എല്ലാവരും ഉണർന്ന് ട്രക്കിങ്ങിന് തയ്യാറെടുക്കുകയാണ്. കോഫി പ്ലാന്റേഷന് ചുറ്റുമാണ് ഈ വീട്. ഈ ഗ്രാമത്തിൽ തന്നെ ഏറെ പ്രധാനപ്പെട്ട കൃഷികളിലൊന്ന് കോഫിയാണ്. ബസരിക്കൽ ചെക്ക് പോസ്റ്റിന് സമീപമാണ് ഞങ്ങളുടെ താമസം. 6 മണി എന്ന് പറഞ്ഞെങ്കിലും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫോറസ്റ്റ് ഓഫീസ് വരെ ഏതാണ്ട് 8 കിലോമീറ്റർ ഞങ്ങൾക്ക് പോകേണ്ടുന്ന ജീപ്പ് 6:30 വന്നപ്പോൾ എല്ലാവരും പിന്നിൽ തന്നെ സ്ഥാനമുറപ്പിച്ചു. ഇനി സാഹസികമായ ഒരു ജീപ്പ് യാത്രയാവാം. കുതിരമുഖിൻ്റെ മറ്റൊരു ചരിത്രമാണ്. 1912 ഭൂമിശാസ്ത്രജ്ഞനായ പി സമ്പത്ത് ഇവിടെ വലിയ തോതിലുള്ള ഇരുമ്പയിരിൻ്റെ നിക്ഷേപം കണ്ടെത്തുകയുണ്ടായി. 1970 KIOCL കുതിരമുഖ് അയൺ ഓർ കമ്പനി ലിമിറ്റഡ് ഫോം ചെയ്ത് 2006 വരെ ഇതിൻ്റെ ഖനനവും നടക്കുകയുണ്ടായി. 2006 പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടി ഖനനം നിർത്തിവെക്കുകയും പിന്നീട് ഇത് നാഷണൽ പാർക്കിന്റെ ഗണത്തിൽപ്പെടുത്തി ജൈവ വൈവിധ്യങ്ങൾക്ക് ആഘാതം സംഭവിക്കാതെ സംരക്ഷിച്ചു പോരുകയുമാണ് ചെയ്യുന്നത്. കുതിരമുഖ് ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർ ആദ്യമായി ചെയ്യേണ്ടത് കുതിരമുഖ് നാഷണൽ പാർക്ക് .in എന്ന വെബ്സൈറ്റിൽ സ്ലോട്ട് ചെക്ക് ചെയ്ത് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു ദിവസം 300 പേർക്ക് മാത്രമാണ് ട്രക്കിങ്ങിന് അനുമതിയുള്ളത്. സംസെ എന്ന ഗ്രാമമാണ് ഇതിൻ്റെ അടിവാരത്തിലുള്ള ഗ്രാമം. നിരവധി ഹോം സ്റ്റേകൾ ലഭ്യമാണ്. 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി വരുന്നതാണ് നമുക്ക് ലാഭം. കാരണം ഇവിടെ നമ്മൾ ജീപ്പിന് ഒരു 2500 രൂപ കൊടുക്കേണ്ടി വരും. അപ്പ് ആൻഡ് ഡൗൺ ആണ്. അതിനുശേഷം ഈ ട്രക്ക് ചെയ്യുന്നതിന് ഒരു ഗൈഡ് മസ്റ്റാണ്. 10 പേർക്ക് ഒരു ഗൈഡ് എന്ന നിലയിലാണ് ആ ഒരു അനുപാതം. ഇപ്പോൾ ഒരു 11 പേരായെങ്കിൽ 2 ഗൈഡിനെ നമ്മൾ കൂടെ കൂട്ടേണ്ടി വരും. അങ്ങനെ അവർക്കൊരു 1000 രൂപയാണ് പ്രതിഫലം നൽകേണ്ടത്. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ കോപ്പിയും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും അതിൻ്റെ ഒറിജിനലും പിന്നെ ഹോം സ്റ്റേയിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു ഗൈഡ് ഫോം എന്നിവ നിർബന്ധമായും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു പോയി എടുത്തു വരിക എന്നുള്ളത് നമുക്ക് നമ്മുടെ ട്രക്കിങ്ങിനെ തന്നെ സാരമായി ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്രതീക്ഷിതമായാണ് ഈ യാത്ര പ്ലാൻ ചെയ്തത്. അതിന് നന്ദി സുഹൃത്തായ ശരണ്യോടാണ്. കാരണം അവർ പ്ലാൻ ചെയ്ത ട്രക്കിങ്ങിലേക്ക് എന്നെ കൂടി ക്ഷണിച്ചതിന്. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു ടീം ആയാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ശരണ്യ, ജ്യോതി, കൃഷ്ണകുമാർ, വിശ്വശങ്കർ, പിന്നെ ഈ ഞാനും. പല നാടുകളിൽ നിന്ന് പല ജോലികൾ ചെയ്യുന്ന ചിലർ ഇവിടെ ഒരു യാത്രയിൽ ഒരുമിക്കുകയാണ്. മാരക വിഷമുള്ള പാമ്പുകൾ ഇതിൻ്റെ സമീപത്തുണ്ട്, സൂക്ഷിക്കുക എന്നാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും യാത്രയോട് അടങ്ങാത്ത ആവേശമുള്ള ആളുകളാണ്. ഏകദേശം ഒരേ വൈബുള്ള 5 പേർ. അതിൽ വിശ്വശങ്കർ ഒരു പടി മുന്നിലാണ്. ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് 680 കിലോമീറ്റർ ദൂരം ഒറ്റ സ്ട്രെച്ചിൽ ബൈക്ക് ഓടിച്ചാണ് രാത്രി 10 മണിയോട് കൂടി ശങ്കർ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തത്. ഇത് കൃഷ്ണകുമാർ. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ട്രക്കിങ്ങിൻ്റെ ദൂരത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച ഒരു വ്യക്തി. എന്നാൽ ട്രക്കിങ്ങിൻ്റെ ആദ്യാവസാനം ഏറ്റവും ചടുലതയോടെ ഏറ്റവും എനർജിയോടെ ട്രക്കിംഗ് പൂർത്തിയാക്കിയ മഹാമനുഷ്യൻ. ആ ഫീൽ കിട്ടണേ അതന്നെ.
ഏതൊരു യാത്രയും മനോഹരമായ ഓർമ്മകളാകുന്നത് അതിൻ്റെ ഡിസൈനിങ്ങിലാണ്. അങ്ങനെ ഈ യാത്ര ഇത്ര മനോഹരമായി ഡിസൈൻ ചെയ്ത 2 പേർ ശരണ്യയും ജ്യോതിയുമാണ്. യാത്രകളെ ഏറെ പ്രണയിക്കുന്ന 2 പേർ. ഇതിൽ ജ്യോതി ഒരുപാട് രാജ്യങ്ങൾ തന്നെ ഇതിനകം താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു. പ്രകൃതിയെ അറിഞ്ഞ് അതിൻ്റെ നിഗൂഢതകളിലൂടെയുള്ള ഒരു യാത്ര. അവർ നടക്കുകയാണ് അങ്ങ് ദൂരെ കാണുന്ന ആ കുതിരമുഖിൻ്റെ ഉയരങ്ങൾ തേടി. അവിടെ അവരെ കാത്തിരിക്കുന്ന മഞ്ഞ് പൊതിഞ്ഞ നിമിഷങ്ങൾ തേടി. സ്വർഗം ഭൂമിയിൽ എന്ന പോലെ ഒരുപാട് ആവേശം തുണുന്നു. അതിരാവിലെയുള്ള ചെറിയ തണുപ്പിൽ സൂര്യകിരണങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന പോലെ പ്രകൃതിയുടെ ഗന്ധം അതിൻ്റെ എല്ലാ പരിശുദ്ധിയോടും കൂടി നമ്മുടെ തലച്ചോറിലേക്ക് പടർന്നു കയറുന്ന പോലെ. വിഷ ഡേറ്റ്സ് ആണോ? നീലാകാശത്തിൻ്റെ കുടക്കീഴിൽ പച്ചയും മഞ്ഞയും പിന്നെ ഒറ്റ വാക്കിൽ പേര് പറയാൻ കഴിയാത്ത ഒരുപാട് നിറങ്ങൾ ചേർന്ന് കണ്ണിന് വിരുന്നൊരുക്കുന്നു. ഈ പൊള്ളുന്ന വെയിലൊന്നും ഞങ്ങൾ അറിയുന്നത് പോലുമില്ല. എനിക്കിപ്പോൾ തോന്നുന്നത് പണ്ട് +2 എൻ്റെ സുഹൃത്ത് പ്രിൻസിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ എഴുതിയ ഒരു 4 വരിയാണ്. ഈ പ്രകൃതിക്ക് മുന്നിൽ പാടാൻ കഴിവില്ലാത്ത ഈ ഞാൻ പോലും പാടിപ്പോകുന്നു. നീലാകാശം കുട നിവർത്തി നികുഞ്ചങ്ങളകരെ എരിഞ്ഞടങ്ങി നീഹാരനീലിമ ഏറിയ കടവിൽ ഓർമ്മകളിന്നോടെ കുഴലൂതുന്നു. നിന്റെ കവിളുകൾ ആ കണ്ണുകളും നിശ്ചല ദീപ്തമാം പുഞ്ചിരിയും. ഞാൻ വിട പറയുന്നു അകലുന്നു നീലാകാശം. കൊണ്ടുവന്ന വെള്ളം ഏതാണ്ട് പാതി ദൂരമാകുമ്പോഴേക്കും കാലിയായിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ ഏക ആശ്രയം കാട്ടരുവികളാണ്. കാടിനെ തഴുകി ഒഴുകി വരുന്ന ആ തണുത്ത വെള്ളം അതായിരുന്നു പിന്നെ നമ്മുടെ യാത്രയിലെ കുടിവെള്ളം.
കടൽ നിരപ്പിൽ നിന്ന് ഏതാണ്ട് 1892 മീറ്റർ ഉയരത്തിലാണ് കുദ്രേമുഖ കൊടുമുടി നിലകൊള്ളുന്നത്. കർണാടകയിലെ കൊടുമുടികളുടെ രാജ്ഞി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കുതിരയുടെ മുഖത്തിൻ്റെ ആകൃതിയിൽ നിലകൊള്ളുന്നതിനാൽ ഇതിനെ കുദ്രേമുഖ് എന്ന് പേര് കിട്ടി. ട്രക്കേഴ്സ് പാരഡൈസ് എന്ന് ഇതറിയപ്പെടുന്നു. ചോലവനങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ നമുക്ക് മതിമറന്ന് ആസ്വദിക്കാൻ കഴിയും. ഐതിഹ്യപരമായി ഏറെ സവിശേഷതകളുള്ള സ്ഥലങ്ങളായ കിഗ്ഗ, വലികുഞ്ച, നരസിംഹപർവ്വത, ഗംഗമൂല എന്നീ കൊടുമുടികൾ ഇതിൻ്റെ ചുറ്റും നിലകൊള്ളുന്നു. ബാംഗ്ലൂരിൽ നിന്നും ഇവിടേക്ക് എത്താൻ രാവിലെ 7:33 ഉള്ള ഒരു KSRTCയുടെ അശ്വമേധ ബസ്സുണ്ട്. അത് കൽസയിൽ എത്തുമ്പോൾ ഏതാണ്ട് 3:30 ആകും. പലപ്പോഴും 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയൊക്കെ വൈകിട്ടാണ് എത്തുക. കൽസയിൽ നിന്നും സംസയിലേക്ക് രാത്രി 9 മണി വരെ ബസ് സർവീസ് ഉണ്ടാകും. മംഗലാപുരത്ത് നിന്നാണ് വരുന്നതെങ്കിൽ ഏതാണ്ട് ഒരു 4 മണിക്കൂർ ബസ് യാത്രയുണ്ട്. തിരികെ സംസയിൽ നിന്ന് മംഗലാപുരത്തേക്ക് അവസാന ബസ് പകല്, അതായത് ആഫ്റ്റർനൂൺ 3:30 അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് മാത്രമേ ബസ് സർവീസ് മംഗലാപുരത്തേക്കുണ്ടാകൂ. എന്നാൽ തിരികെ സംസയിൽ നിന്നും കൽസയിലേക്ക് രാത്രി 8 മണി വരെ ബസ് സർവീസ് ഉണ്ടാകും. രാത്രി 9:15 9:45 മറ്റോ ആണ് ഒരു അവസാനത്തെ ഒരു ബസ് ബാംഗ്ലൂരിലേക്ക് കൽസയിൽ നിന്നും നമുക്ക് ലഭ്യമാകും. മൊത്തത്തിൽ ഏതാണ്ട് 8 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ആണ് കുദ്രേമുഖിലേക്കുള്ളത്. എന്നാൽ നടക്കുന്ന പാതകൾ കണക്കിലെടുത്താൽ അതിലും കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത്. ഏതാണ്ട് 4.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു, കുദ്രേമുഖിൻ്റെ നെറുകയിൽ. ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള ജ്യോതിയുടെ പിറന്നാളായിരുന്നു. മുകളിലെത്തുമ്പോൾ മഞ്ഞ് വേണമെന്നും അതിനുള്ളിൽ കുറേ നേരം ഇരിക്കണമെന്നുമുള്ള ജ്യോതിയുടെ ആഗ്രഹം പ്രകൃതി തന്നെ സഫലീകരിച്ചു കൊടുക്കുന്ന കാഴ്ചയാണിത്. മഞ്ഞിൻ്റെ തണുപ്പറിഞ്ഞും കാടിൻ്റെ നിശബ്ദതയിൽ ലയിച്ചും കുറേ നേരം ഞങ്ങൾ കുദ്രേമുഖിൻ്റെ ഉയരങ്ങളിൽ ചെലവഴിച്ചു. മഴ പെയ്യുന്ന ഒരു നാൾ ഇതിൻ്റെ മുകളിലെത്തി മഴ നനയും എന്നും തീരുമാനിച്ചു. കാരണം കുദ്രേമുഖ് മൺസൂൺ ട്രക്കിങ്ങിൻ്റെ കാര്യത്തിൽ പ്രസിദ്ധമാണ്. കോട മൂടിയ മലമുകളിൽ ഒരു നാൾ എത്തും എന്ന് തീരുമാനിച്ചു. പക്ഷേ മൺസൂൺ ട്രക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അട്ടയുടെ ശല്യമാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കരുതേണ്ടത് മാത്രമാണ്. ഇവിടെ നമുക്ക് ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ചിലവഴിക്കാൻ അനുവദിക്കുക. ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് നമ്മൾ ഇവിടെ എത്തിപ്പെടാൻ ശ്രമിക്കേണ്ടതാണ്. എത്രയോ നേരത്തെ എത്തുന്നുവോ അത്രയും സമയം കൂടുതൽ നമുക്കിവിടെ ചിലവഴിക്കാൻ കിട്ടും. അല്ലെങ്കിൽ 1 മണി സമയത്ത് നമ്മൾ എവിടെയാണോ നടന്നെത്തുന്നത് അവിടെ നിന്നും തിരികെ ബേസ് ക്യാമ്പിലേക്ക് നടക്കുവാൻ നിർബന്ധിതരാകും. അങ്ങനെ ഒരു സ്വപ്ന സാഫല്യത്തിൻ്റെ നിർവൃതിയിൽ ഞങ്ങൾ തിരികെ മടങ്ങുകയാണ്. ചോലവനങ്ങളുടെ ആ മനോഹാരിതയും ആസ്വദിച്ച്
തിരികെ. ഇനി ഉച്ചഭക്ഷണം കഴിക്കണം. ഭൂപണ്ണയുടെ ഭാര്യ ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്ന പുളിയോഗരയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. അതങ്ങനെ ഒരു കാട്ടരുവിയുടെ നടുവിലിരുന്ന് കഴിച്ച് ഞങ്ങൾ തിരികെ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ചോലവനത്തിൻ്റെ നിഗൂഢ സൗന്ദര്യവും ആസ്വദിച്ച് തിരികെ ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾക്ക് സംസയിലെത്തണം, ഹോം സ്റ്റേയിലെത്തി ഒന്ന് ഫ്രഷ് ആകണം, പിന്നെ എല്ലാവർക്കും അവരവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് തിരികെ മടങ്ങണം. ഇത് സംസ എന്ന ഗ്രാമമാണ്. ഞങ്ങൾക്ക് ഹോം സ്റ്റേയും ഗൈഡും വണ്ടിയുമൊക്കെ ഒരുക്കി തന്ന റഫീഖാണിത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നന്ദി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം.